ഡിസക്ഷൻ ഹാൾ എല്ലാവർക്കും ഒരു പേടിയുള്ള സ്ഥലം. യെസ്, എനിക്കും നല്ല പേടിയുണ്ടായിരുന്നു. മൈ പാരൻസ് വർ സോ പ്രൗഡ്. ഐ വാസ് ഓൾസോ പ്രൗഡ് സീയിങ് ദം സിറ്റിംഗ് ഡോക്ടർ സാജു മെമ്മോറിയൽ ലെക്ചർ ഹാൾ. ഫസ്റ്റ് ഡേയ്സ് ഓൾവേസ് മെമ്മറബിൾ. എപ്പോഴും നമ്മുടെ ഓർമ്മയിൽ നിൽക്കുന്ന ഒരു ദിവസമാണ് ഫസ്റ്റ് ഡേ ഓഫ് എവറിഥിങ്, അല്ലേ? ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു പുണ്യാസ് കാൻവസ് ഓഫ് സ്റ്റോറീസ്. So this is Punyata here, a final year MBBS student from Calicut Medical College. So നമ്മൾ പുതിയ വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. സോ നമ്മൾ പുതിയ വീഡിയോയിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ the first day of കോഴിക്കോട് മെഡിക്കൽ കോളേജാണ് പറയാൻ പോകുന്നത്. പോസ്റ്റിങ്സ് എപ്പോഴും എൻ്റെ സർജറി തന്നെയാണ്. സർജറി ഞാൻ മോചിതയായിട്ടില്ല, പക്ഷേ ഐ തിങ്ക് ഐ ഹാവ് എ ഗുഡ് യൂണിറ്റ് ആൻഡ് പ്രട്ടി ഗുഡ് ടൈം ഓവർ ദിയർ. നല്ല രസമുണ്ട്, സാർമാരൊക്കെ പഠിപ്പിച്ചിരുന്നുണ്ട്. അപ്പം നമ്മളിങ്ങനെ കൂടുതൽ കുറച്ചുകൂടി സർജറി മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. നല്ല പ്രൊസീജിയർ അസിസ്റ്റ് ചെയ്യാൻ പറ്റി. അപ്പോൾ അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് ലൈഫ് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ വിചാരിച്ചു, ഓക്കെ, നമ്മുടെ ഫസ്റ്റ് ഡേ ഓഫ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് എല്ലാവർക്കും ഇങ്ങനെ അമ്പരന്ന് നോക്കുന്നൊരു സമയമായിരിക്കും അല്ലേ? നമ്മുടെ ഫസ്റ്റ് ഡേ എങ്ങനെയായിരുന്നു, എന്തായിരുന്നു, എങ്ങനെയാണ് ഒരു മെഡിക്കൽ സ്റ്റുഡൻറ്റിൻ്റെ ഫസ്റ്റ് ഡേ എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട്. സോ ഓക്കെ, നമുക്ക് പറയാം. അപ്പോൾ ഞാൻ ഫസ്റ്റ് ഡേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ February 14, 2022 ആയിരുന്നു എൻ്റെ ഫസ്റ്റ് ഡേ ഓഫ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് എന്ന് പറഞ്ഞാൽ. ആൻഡ് നമുക്ക് ഓൾറെഡി ഒരു 1 month ഓൺലൈനായിട്ട് ക്ലാസ്സസ് ഉണ്ടായിരുന്നു. ആ സമയത്ത് കൊറോണ ആയതുകൊണ്ട് പെട്ടെന്ന് ക്ലാസ്സസ് തുടങ്ങില്ല, ഒരു മന്ത് കഴിഞ്ഞിട്ട് തുടങ്ങുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഒരു മന്ത് നമുക്ക് ഓൺലൈൻ ക്ലാസ് ഉണ്ടായതിനു ശേഷമാണ് ഓഫ്ലൈൻ ക്ലാസ്സിലേക്ക് പോകുന്നത്. സോ വി ന്യൂ സം ഓഫ് ദം ഇൻ ദ കോളേജ്, ബട്ട് നോട്ട് മച്ച് ആക്ച്വലി. അപ്പോൾ അധികമൊന്നും അറിയില്ല, അതിന് കുറച്ച് പേരൊക്കെ അറിയായിരുന്നു കേട്ടോ. അപ്പം അങ്ങനെ നമ്മൾ രാവിലെ ആ സമയം തലശ്ശേരി നിന്നാണ് വരുന്നത്. അപ്പോൾ രാവിലെ ഒരു 6:45 or 6 മേ ബി, ഐ എം നോട്ട് ഷുവർ വാട്ട് ഇസ് ദ ടൈം. അപ്പോൾ സമയത്തൊന്നും എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല. പക്ഷെ എന്നാലും രാവിലെ വെളുപ്പിന് എണിച്ച് പോകുന്ന അതൊക്കെയെല്ലാം ഓർമ്മയുണ്ട്. കുളിച്ചില്ല തോന്നുന്നു കേട്ടോ. കൂടെ നമുക്ക് പണ്ടേ ഒരു ബുദ്ധിമുട്ടായതുകൊണ്ട്. പക്ഷേ നല്ല രസമായിരുന്നു. ഞാൻ അച്ഛനും അമ്മയും കൂടിയാണ് പോകുന്നത്. അമ്മമ്മേൻ്റെ അടുത്ത് ഓക്കെ ഞാൻ 5 കൊല്ലം കഴിഞ്ഞിട്ട് ചുമ്മാ പറയുന്ന ഞാൻ ഹോം സിക്കാന്ന് ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞിരുന്നല്ലോ. ഓക്കെ, ദാറ്റ് ഇസ് മൈ നീറ്റ് റിഡംഷൻ സ്റ്റോറി വേർ ഹോം സിക്ക് ഗേൾ ഹാസ് ഗോട്ട് നീറ്റ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ പൊതുവെ ഹോസ്റ്റലിലൊക്കെ നിന്ന് കഷ്ടപ്പെടുന്ന ആ സ്വഭാവം എനിക്ക് പറ്റില്ലായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു ടാറ്റ ബൈ ബൈ, ഞാൻ 5 കൊല്ലം കഴിഞ്ഞിട്ട് വരാം എന്ന് പറഞ്ഞ് പോയെങ്കിലും 2 ദിവസം കഴിയുമ്പോൾ തിരിച്ചു വന്ന് എനിക്ക് ഉറപ്പായിരുന്നു. അപ്പോൾ അങ്ങനെ ഞാൻ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങി. പോയി കഴിഞ്ഞിട്ട് അവിടെ എത്തി. ആൻഡ് രാവിലെ മൊത്തം നമുക്കൊരു ഭയങ്കര പ്രൗഡായിട്ടുള്ള ഒരു ടൈമാണ്. ഓക്കെ, ഐ എം ഗോയിങ് ടു ഗെറ്റിംഗ് ഇൻ ടു ദ കോഴിക്കോട് മെഡിക്കൽ കോളേജ്. നമ്മളെ പാരൻസ് പ്രൗഡാണ്, എല്ലാവരും ഭയങ്കര പ്രൗഡ്, ഭയങ്കര ഹാപ്പി ഡേ ആണത് ആക്ച്വലി. അവിടെ എത്തുന്നു നമ്മൾ. ഡോക്ടർ സാജു മെമ്മോറിയൽ ലെക്ചർ ഹാളിലായിരുന്നു നമ്മുടെ ഫസ്റ്റ് ഡേ. ഓറിയൻറ്റേഷൻ ആണ് അന്നുണ്ടായിരുന്നത്. ഫസ്റ്റ് ഡേ ഓറിയൻറ്റേഷൻ നമുക്ക് അവിടെ നിന്നായിരുന്നു. അപ്പോൾ അങ്ങനെ ഓറിയൻറ്റേഷനൊക്കെ കഴിഞ്ഞ് നമ്മൾ ഹോസ്റ്റൽ അലോട്ട്മെൻ്റ് ആണ്. അപ്പോൾ ആക്ച്വലി ഓറിയൻറ്റേഷൻ സമയത്ത് ആദ്യം നമ്മൾ പാരൻസും കയറിയിരിക്കട്ടെ. അപ്പോൾ പാരൻസ് ഇങ്ങനെ സാജുവിൽ കയറിയിരിക്കുന്ന ആക്ച്വലി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഇസ് ഡോക്ടർ സാജു മെമ്മോറിയൽ ലെക്ചർ ഹാൾ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഇയറിലൊക്കെ പോകുമ്പോൾ നോക്കും ഡോക്ടർ സാജു മെമ്മോറിയൽ ലെക്ചർ ഹാളിലായിരിക്കും ക്ലാസ് എന്നൊക്കെ പറയും. പിന്നെ അത് പറഞ്ഞ് ലാസ്റ്റ് നമ്മൾ സാജു ാണ് ക്ലാസ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് എനിക്ക് പറയുമ്പോൾ ഒരു ബുദ്ധിമുട്ടുള്ളത്. ആക്ച്വലി ഇറ്റ്സ് ഡോക്ടർ സാജു മെമ്മോറിയൽ ലെക്ചർ ഹാൾ ആൻഡ് ഈസ് എ വെരി നോൺ പേഴ്സണാലിറ്റി. അപ്പോൾ പുള്ളിയുടെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് നമ്മുടെ ലെക്ചർ ഹാൾ അങ്ങനെയുള്ളത്. അങ്ങനെ നമ്മുടെ ഓറിയൻറ്റേഷൻ സെഷനൊക്കെ കഴിഞ്ഞ് ഹോസ്റ്റൽ അലോട്ട്മെൻറ്റ് പോയി. അപ്പോൾ ആക്ച്വലി എൻ്റെ എന്ന് പറഞ്ഞാൽ ആയിഷത്ത് നേഹ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഒരു റൂം എടുക്കാമെന്ന് വിചാരിച്ചു. പക്ഷെ അവിടെ ചെന്നപ്പോഴാണ് ഹോസ്റ്റലിൽ കണ്ട് ഞാൻ ഞെട്ടിപ്പോയത്. LH4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ലൈക്ക് ഒരു കുറച്ച് കൊല്ലം പഴക്കമുള്ള ഒരു ഹോസ്റ്റലാണ്. അപ്പോൾ അതിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറാണ് നമുക്ക് തന്നിരിക്കുന്നത്, ഫസ്റ്റ് ഇയേഴ്സിന് വേണ്ടി തന്നിരിക്കുന്നത്. ആൻഡ് ഒരു റൂമിൽ 6 പേരായിരുന്നു. പക്ഷേ ദാറ്റ് വാസ് എ ബ്യൂട്ടിഫുൾ ടൈം. ഐ തിങ്ക് നമ്മളൊരു ഫസ്റ്റ് 1 ഇയറോളം ആ റൂമിലുണ്ടായിരുന്നു. ഷെയറിങ് ആർ ഫ്രണ്ട്ഷിപ്പ് ബോൺസ് ഭയങ്കര രസമായിരുന്നു ആ ഒരു 1 ഇയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം നമ്മൾ ഫസ്റ്റ് 3 months എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെക്യൂരിറ്റി പീരീഡ് ആണ്. അധികം നമുക്ക് പുറത്തിറങ്ങാൻ പറ്റില്ല, അങ്ങനത്തെ ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ അധികം പുറത്തിറങ്ങില്ല. പക്ഷെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വി ഹാവ് ബോത്ത് ദ ഹോൾ ഫ്രീഡം. ഓക്കെ, അത് വേറെ കാര്യം. പക്ഷേ അതിന് മുന്നേ നമുക്കിങ്ങനെ സെക്യൂരിറ്റി പീരീഡ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് നമ്മൾ കുറച്ചും കൂടി നമ്മൾ റൂംമേറ്റ്സിനോട് അറ്റാച്ച്ഡ് ആവുക, സംസാരിക്കുക, ക്ലാസ്സിൽ പോവുക, തിരിച്ച് അങ്ങനത്തെ പരിപാടികളൊക്കെ ആയിട്ട് നമ്മൾ കൂടുതൽ. അപ്പോൾ ഇതാണ് നമ്മുടെ അവിടെ ചെന്നിരുന്ന ഫസ്റ്റ് ഡേ. പക്ഷെ നമ്മൾ ഫസ്റ്റ് ഒഫീഷ്യൽ ഡേ ദ നെക്സ്റ്റ് ഡേ നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു സത്യം പറയാലോ. കാരണം ഡിസക്ഷൻ ഹാളിലേക്ക് പോകണം. സോ നമ്മൾ ഡിസക്ഷൻ ഹാള് എല്ലാവർക്കും ഇങ്ങനെ നീറ്റ് ആസ്പിറൻസിനൊക്കെ നമ്മൾ മനസ്സിലുള്ള ഒരു സംഭവമാണ്. ഓക്കെ, ഹൗ വിൽ ബി ദ ഡിസക്ഷൻ ഹാൾ ഗോയിങ് ടു ബി റൈറ്റ്. അപ്പോൾ നമ്മൾ അനാട്ടമി പഠിക്കാൻ വേണ്ടി നമ്മൾ കാറ്റഗറീസ് ഫസ്റ്റ് ടീച്ചർ എന്നൊക്കെ പറയുന്ന സമയത്ത് എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. എങ്ങനെയായിരിക്കും എൻ്റെ ഫസ്റ്റ് ഡിസക്ഷൻ ഹാൾ എന്നുള്ളതൊക്കെ. അപ്പോൾ പിറ്റേ ഡേ ആയി. ഫസ്റ്റ് രാവിലെ 8 to 10 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തിയറി ക്ലാസ്സസ് ആണ്. അപ്പോൾ തിയറി ക്ലാസ്സിന് വീണ്ടും നമ്മൾ ഈ സാജു മെമ്മോറിയൽ ലെക്ചർ ഹാളിലേക്കാണ് തിയറി ക്ലാസ്സിന് വേണ്ടി പോകുന്നത്. അപ്പോൾ അങ്ങനെ പോയി ക്ലാസ് കണ്ടപ്പോൾ വലിയ ക്ലാസ് ആണല്ലോ. അപ്പോൾ 250 സ്റ്റുഡൻസ് ഉണ്ട് നമ്മൾ. ഞാൻ എങ്ങനെയൊക്കെ എവിടെയൊക്കെ ഒരു സീറ്റൊക്കെ തപ്പി കണ്ടുപിടിച്ചു. എനിക്ക് തോന്നുന്നു ഫ്രണ്ട്സിൻ്റെ അടുത്തൊന്നും സീറ്റ് കിട്ടിയില്ല. അപ്പോൾ എവിടേക്കോ ഒരു സീറ്റൊക്കെ തപ്പി കണ്ടുപിടിച്ചു, ക്ലാസ് എടുത്തു. നമ്മൾ
നമ്മളെ റേസിൽ ലൈക്ക് റിപ്പീറ്റ് മീൻസ് ലോങ് ക്ലാസ്സസ് ലോങ് ലെക്ചേഴ്സ് ആണല്ലോ. ഇവിടെ 1 hour ഉള്ള ഒരു ലെക്ചർ ആൻഡ് അതിനകത്ത് തന്നെ 45 minutes ഒക്കെയാണ് കൂടുതലും ലെക്ചേഴ്സ് ഉണ്ടാവുക. ബാക്കി 15 minutes അറ്റൻഡൻസ് ആയിരിക്കും. അറ്റൻഡൻസ് ടേക്കിംഗ് ഇസ് എ ബിഗ് പ്രൊസീജിയർ ആക്ച്വലി. കാരണം നമ്മൾ 250 സ്റ്റുഡൻസിൻ്റെ ആദ്യമൊക്കെ പേരെ വിളിക്കുക, പിന്നെയാണ് നമുക്ക് റോൾ നമ്പർ 1, 2, 3 എന്ന് പറഞ്ഞ റോൾ നമ്പർ വിളിക്കുക. ആദ്യമൊക്കെ നമ്മൾ പേരാണ് വിളിച്ചുകൊണ്ടിരിക്കുന്നത്. സോ ഇറ്റ്സ് എ ബിഗ് പ്രൊസീജിയർ. അപ്പം നമുക്ക് ഫസ്റ്റ് ഡേ 2 ക്ലാസ്സസ് ഉണ്ടായിരുന്നു. രാവിലെ തന്നെ 2 ക്ലാസ് ഏതായിരുന്നു എനിക്ക് ഓർമ്മയില്ല. അനാട്ടമി ഫിസിയോ ബയോകെമിൽ ഏതോ 2 ക്ലാസ്സസ് ആണ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമുക്ക് 10:15 ആകുമ്പോഴേക്കും നമ്മൾ ഡിസെക്ഷൻ ഹാളിലേക്ക് എത്താൻ പറഞ്ഞു. സോ ഭയങ്കര എന്താ പറയുക, നമ്മളൊരു ഭീകര അറ്റ്മോസ്ഫിയർ ആണ്. മറ്റേ നമ്മൾ മഞ്ജുവാര്യരുടെ സിനിമ ഉണ്ടല്ലോ, ഹൗ ഓൾഡ് ആർ യു സിനിമയിൽ പറഞ്ഞ പോലെ റൂമിന്ന് പുറപ്പെട്ടു എന്ന് മെസ്സേജ് കിട്ടിക്കഴിഞ്ഞു. അദ്ദേഹം ഏത് നിമിഷവും എത്താം. സെക്യൂരിറ്റി ഗാർഡ്സ് എന്റെ ചുറ്റും നിന്നിങ്ങനെ നിർദ്ദേശങ്ങൾ തന്നോണ്ടിരിക്കുകയാണ്. പ്രസിഡന്റ് എത്താറായി. ആരും സംസാരിക്കുന്നില്ല. ടോട്ടൽ സൈലൻസ്. ലൈക്ക് ഒരു ഭീകര അറ്റ്മോസ്ഫിയർ ആണ്. നമ്മളവിടെ നിന്ന് നമുക്ക് ടേബിളൊക്കെ സൈൻ ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പോൾ ടേബിളിൽ ഓരോ ഫാക്കൽറ്റീസ് ഉണ്ടാവും, ഒരു റെസിഡൻ്റ് ഉണ്ടാവും. അപ്പോൾ അങ്ങനെയാണ്. പിന്നെ നമ്മൾ ഹെയർ പുട്ടപ്പ് ചെയ്യണം, ഷോൾ ഇടണം, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. ഷോള് പിന്നെ കോട്ട് വരുമ്പോൾ പിന്നെ നമുക്ക് കുഴപ്പമില്ല, ചുരിദാർ ടോപ്പും പാൻസും ഉണ്ടാവും. അപ്പോൾ നമുക്കിങ്ങനെ ടെൻഷൻ അന്വേഷിച്ചിട്ട് നമ്മൾ കയറാൻ പോവുകയാണ്, എന്തായിരിക്കും അവസ്ഥ എന്നുള്ളതൊക്കെ. പിന്നെ ഭയങ്കര സൈലൻസ് ആണ്. അപ്പോൾ എല്ലാവരും കൂടി അതിൻ്റെ ഉള്ളിൽ കയറി. നമ്മൾ കണ്ണിങ്ങാം ഇല്ലാതെ കയറ്റില്ല. ദാറ്റ് ഇസ് എ വെരി ബിഗ് തിങ്. കണ്ണിങ്ങാം ഇസ് നമ്മുടെ അത്യന്താപേക്ഷിതമായിട്ടുള്ള സാധനം. കണ്ണിങ്ങാം ഇല്ലാതെ നമ്മളെ റിസപ്ഷൻ ഹാളിലേക്ക് കയറ്റില്ല. അപ്പം നമ്മൾ ഫസ്റ്റ് ഡിസെക്ട് ചെയ്യാൻ പോകുന്നത് അപ്പർ ലിംബായിരുന്നു. അപ്പോൾ അതായത് നമ്മൾ ഫസ്റ്റ് ഡിസെക്ഷൻ തിങ്. അപ്പോൾ നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് ഡിസെക്ഷൻ ഹാളിലേക്ക് കയറാൻ പോകും. നമ്മളെ ആ സമയത്ത് ലെച്ചോടി ആഷിൽഡ മാം, ഷി വാസ് എ വെരി സ്വീറ്റ് പേഴ്സൺ. ലൈക്ക് കുറച്ചെങ്കിലും നമുക്ക് അനാട്ടമിനോട് പേട് കുറഞ്ഞത് മാം നമ്മൾ എച്ചോടി ആയിട്ടുണ്ടായതുകൊണ്ടായിരുന്നു കേട്ടോ. വെരി സ്വീറ്റ് ആയിരുന്നു. നമ്മളെ ഭയങ്കര കാമാക്കി. നമുക്ക് കാഡവറി കോത്ത് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് നമ്മളോട് ഇങ്ങനെ നമ്മളെ ഫ്രണ്ടിലൊരു 15 ടേബിൾസ് ഐ തിങ്ക് 15 ടേബിൾസ് ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് 15 ടേബിൾസ് ഉണ്ടാകുന്ന സമയത്ത് ലൈക്ക് വി വെർ എല്ലാ കാഡവേഴ്സിനെയും ക്ലോസ്ഡ് ആയിരുന്നു കംപ്ലീറ്റ്ലി. ഒരു വൈറ്റ് ക്ലോത്ത് വെച്ച് ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മളിങ്ങനെ അങ്ങനെ നമ്മൾ എവരിബഡീസ് ഫേസസ് ലൈക്ക് ഓക്കെ വി ആർ ഗോയിങ് ടു ഡു സംതിങ് എന്നുള്ളൊരു സംഭവമായിരുന്നു. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് മാം പറഞ്ഞു ജസ്റ്റ് നമുക്ക് ഫേസ് മാത്രം കിടാവറിൻ്റെ കാണാം എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഫേസ് മാത്രം നോക്കി. ആക്ച്വലി എനിക്ക് അങ്ങനെ വലിയ ബുദ്ധിമുട്ടൊന്നും തോന്നിയില്ല ഫസ്റ്റ് ദിവസം. ഇറ്റ് വാസ് നോട്ട് കാരണം വി ആർ ദെയർ ടു സ്റ്റഡി ആൻഡ് ദിസ് കാഡവേഴ്സ് വിൽ ടീച്ചേഴ്സ്, അങ്ങനത്തെ ഒരു മെൻറ്റാലിറ്റി ആയിരുന്നു എനിക്കുണ്ടായിരുന്നത്. സോ എനിക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും തോന്നിയില്ല കണ്ടു കഴിഞ്ഞപ്പോൾ. അപ്പോൾ അങ്ങനെ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇറ്റ് വാസ് ഓക്കെ. നമ്മൾ ഒരു 3 hours എന്തോ അവിടെ സ്പെൻഡ് ചെയ്തു. അന്ന് ഫസ്റ്റ് ഇൻസിഷനൊന്നും ഇട്ടില്ല കേട്ടോ. ഇൻസിഷൻ എടുത്ത പിറ്റേ ദിവസമായിരുന്നു. അതിൻ്റെ രസം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളവിടെ കുറച്ച് വിവർ എന്താ പറയുക, നമ്മൾ ആ അറ്റ്മോസ്ഫിയർ ആയിട്ട് ഓക്കെ ആക്കാൻ വേണ്ടി നമ്മളന്ന് അവിടെ വെറുതെ ഇരുത്തുക ചെയ്തത്. ആൻഡ് നമ്മളോട് പറഞ്ഞു നാളെ ഫസ്റ്റ് ഇൻസിഷൻ ഇടണം എന്നുള്ളത്. ഫ്രം സുപ്രാസ്റ്റേണൽ നോട്ട്സ് തോന്നുന്നു ഫസ്റ്റ് ഇൻസിഷൻ ഇടാൻ പറഞ്ഞത്. അപ്പോൾ സുപ്രാസ്റ്റേണൽ നോട്ട്സ് ആയിരുന്നു. ഓക്കെ ഐ ഹാവ് ഫോർഗോട്ടൻ, സോറി. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഇൻസിഷൻ ഇട്ടത്. ആൻഡ് ആക്ച്വലി ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും മീൻസ് ഞാനും വേറെ ഏതൊരു കുട്ടിയാണ് ഫസ്റ്റ് ആയിട്ട് ലൈക്ക് ഞങ്ങളുടെ ടേബിൾ നമ്പർ 13 ആയിരുന്നു തോന്നുന്നു. ഞങ്ങളുടെ ടേബിളിൽ ആദ്യമായിട്ട് ഇൻസെഷൻ ഉണ്ട്. അതിൻ്റെ ടെൻഷൻ എനിക്ക് ഉണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് ഞാൻ തിരിച്ച് ഹോസ്റ്റലിൽ വന്ന് എനിക്ക് ആ പരിചയമുള്ളൊരു സീനിയറുടെ അടുത്തൊക്കെ ചോദിച്ചിരുന്നു എങ്ങനെയാണ് നമ്മൾ ഇൻസെഷൻ ഉണ്ട്, എവിടെ ഇൻസെഷൻ ഉണ്ട്, എങ്ങനെയാണ് ഡിസെക്ഷൻ ചെയ്യാന്നൊക്കെ. പുള്ളി നല്ല വൃത്തിക്ക് പറഞ്ഞു ആക്ച്വലി. ആൻഡ് അതുപോലെ ഞാൻ പിറ്റേ ദിവസം പോയി ചെയ്തു. ഐ ഓൾവേസ് വോണ്ട് ടു താങ്ക് ഹിം ഫോർ ദാറ്റ്. അപ്പം അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഡിസെക്ഷൻ ഹാളിൽ നിന്ന് വന്നു. അത് കഴിഞ്ഞ് പിന്നെ ആകെ 1 hour ആണ് ബ്രേക്ക്. പക്ഷെ ആ സമയത്ത് നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് മനസ്സിലാവില്ല. 1 o'clock അവിടെ നിന്ന് വിടുക. പിന്നെ അവിടെ നമ്മൾ നടന്ന് ഹോസ്റ്റലിലേക്ക് എത്തുമ്പോൾ ഒരു 1:15 ആകും. പിന്നെ ഫുഡ് കഴിക്കാൻ പോകുമ്പോൾ മെസ്സേജ് ഭയങ്കര തിരക്കാം. മെസ്സേജ് ഇങ്ങനെ പോയി ഫുഡൊക്കെ കഴിഞ്ഞ് എങ്ങനെയൊക്കെ കഴിച്ച് നമ്മൾ ഹോസ്റ്റലിൽ ഇങ്ങനെ റൂമിൽ ഇങ്ങനെ ചെന്നൊന്ന് ഇരിക്കാനുള്ള സമയം ഒരു 5 minutes മാക്സിമം 10 minutes. പിന്നെ അന്നൊക്കെ പറഞ്ഞാൽ ക്ലാസ് ലേറ്റ് ആയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നു നമുക്ക് അറിയില്ലല്ലോ. അപ്പോൾ നമ്മൾ ഒരു കുറച്ച് 5-10 minutes നമ്മൾ അവിടെ നേരത്തെ എത്തണം എന്നുള്ള ചിന്തയൊക്കെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ എനിക്ക് ഫസ്റ്റ് അനാട്ടമി ലാബായിരുന്നു തോന്നുന്നു. ലൈക്ക് നമുക്ക് ഹിസ്റ്റോളജി ലാബ് ഉണ്ടാവും, ഫിസിയോളജി ഉണ്ടാവും, പിന്നെ ബയോകെമിസ്ട്രി ലാബ് ഉണ്ടാവും. ഇവിടെ 3 സ്ഥലത്താണ് നമുക്ക് ആഫ്റ്റർനൂൺ ആയിട്ട് എന്തുണ്ടാവുക ക്ലാസ്സസ് ഉണ്ടാവുക. അപ്പോൾ എനിക്ക് അനാട്ടമി ആയിരുന്നു. ഫസ്റ്റ് ദിവസം നമ്മളോട് ഹിസ്റ്റോളജി പറഞ്ഞതൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. ആൻഡ് ഐ തിങ്ക് ദേ ആസ്ക്ഡ് us to draw in this anatomy. നമുക്കൊരു റെക്കോർഡ് ഉണ്ടായിരുന്നു, അതിനകത്ത് വരയ്ക്കാൻ പറഞ്ഞു. ഞാനാണെങ്കിൽ വരയ്ക്കാൻ ഭയങ്കര മോശമാണ്. അപ്പോൾ എൻ്റെ കൂടെ ആരുണ്ടായിരുന്നു എനിക്ക് ഓർമ്മയില്ല. നമ്മളെ പെയർ ചെയ്തിട്ടുണ്ടായില്ല എന്ന് തോന്നുന്നു. എന്നിട്ട് എൻ്റെ ലൈക്ക് അവിടെ നമ്മൾ ഹെയർ പുട്ടപ്പൊക്കെ ചെയ്തിട്ട് വേണം കേട്ടോ പോകാനായിട്ട്. ഇഫ് യു ആർ നോട്ട് വെൽ ഡ്രസ്ഡ് നമുക്കന്ന് കേൾക്കും. ഐ റിമെമ്പർ ലൈക്ക് നമ്മളെ ടീച്ചർ 2-3 പേരെ മുടി പ്രോപ്പറായിട്ട് പുട്ടപ്പ് ചെയ്തിട്ടില്ല ഔട്ടൊക്കെ
പറഞ്ഞത് എനിക്ക് ഓർമ്മയുണ്ട്. എന്നിട്ട് നമുക്ക് കുറച്ച് എന്തൊക്കെയോ എക്സ്പ്ലെയിൻ ചെയ്തു തന്നു. എന്നിട്ട് പറഞ്ഞു പോയിട്ട് ഹിസ്റ്റോളജി റെക്കോർഡിൽ വരയ്ക്കാനായിട്ട്. ഐ ഡിഡ്ന്റ് ഹാവ് എനി ഐഡിയ ഓഫ് ഹൗ ടു ഡ്രോ ദിസ് ഓർ എനിത്തിങ്. എന്നിട്ട് അന്ന് ഞാൻ ഫസ്റ്റായിട്ട് എൻ്റെ വേറൊരു ഫ്രണ്ടിനെ പരിചയപ്പെടുന്നത് ടോം ബാസ്റ്റിൻ്റെ അടുത്താണ് ഞാൻ ഇങ്ങനെ ചോദിക്കുന്നത്, ടോം ഇത് എങ്ങനെയാണ് വരയ്ക്കുമെന്ന് പറഞ്ഞൊരു പ്ലീസ്. അപ്പോൾ ടോം ഇങ്ങനെ പറഞ്ഞു ഇങ്ങനെയൊക്കെ വരയ്ക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ അതൊക്കെ വരച്ച് കൊടുത്തു. എന്നിട്ട് നമ്മൾ തിരിച്ച് ഹോസ്റ്റലിലേക്ക് വന്നു. ആൻഡ് ആ സമയത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹോസ്റ്റലിൽ കുറേ കുട്ടികളുണ്ട്, കുറച്ച് വാഷ്റൂംസ് ഒക്കെ ഉള്ളൂ, വലിയ ക്യൂ ആണ്. പിന്നെ ക്യൂ ഒന്നും ഇല്ലാതായിട്ടോ കുളിക്കാനായിട്ട്. ആദ്യത്തെ ഒരു 2-3 ആഴ്ച ഭയങ്കര ക്യൂ ആയിരുന്നു. അപ്പോൾ നമ്മളിങ്ങനെ ബക്കറ്റൊക്കെ വെച്ച് റൂമിൽ ഇങ്ങനെ വെറുതെ ഇരിക്കും. കുറേ നേരം ഭയങ്കര ക്ഷീണമായിരുന്നു, കാരണം കുറേ കാലം വീട്ടിൽ നിന്നിട്ട് നമ്മൾ പോവല്ലേ. അപ്പോൾ അതിൻ്റെതായ കുറച്ച് ക്ഷീണവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഫസ്റ്റ് ഡേ വാസ് ഹാപ്പി ആൻഡ് സാഡ് ബിക്കോസ് ഐ കുഡൻറ്റ്, ഞാൻ എന്താ പറയുക, ഞാൻ എല്ലാം കൂടി എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയായിരുന്നു. ഇത്രയും ബിസി ടൈറ്റ് ഷെഡ്യൂൾ കുറേ പഠിപ്പിക്കുന്നുണ്ട്, എന്താണെന്ന് നടക്കുന്നതൊന്നും മനസ്സിലാവുന്നില്ല. ആൻഡ് ഹിസ്റ്റോളജി ലാബിൽ പോയിട്ട് വരയ്ക്കാൻ എങ്ങനെയാണ് വരയ്ക്കേണ്ടതെന്നൊന്നും ഒരു പിടുത്തം കിട്ടാണ്ടിരുന്നപ്പോൾ ഞാൻ കുറച്ച് ക്ലൂലെസ് ആയിരുന്നു. പക്ഷേ ഐ വാസ് ഹാപ്പി ഈവൻ. പക്ഷെ അതായിരുന്നു എൻ്റെ ജേർണി ടു ദിസ് ഓൾ 4 years മൈ ഫസ്റ്റ് ഡേ. എപ്പോഴും മെമ്മറബിൾ ആണ് നമ്മളെ ഫസ്റ്റ് ഡേ എന്ന് പറയുന്നത്. അപ്പോൾ ഇറ്റ് വാസ് സോ നൈസ്. ആൻഡ് ഇപ്പോൾ ഇത് പറയുമ്പോഴും എനിക്ക് ഭയങ്കര നൊസ്റ്റു അടിക്കേണ്ട സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ നമുക്ക് ഇഷ്ടം പോലെ ഫസ്റ്റ് ഇയർ കഴിഞ്ഞു. പിന്നെ സെക്കൻഡ് ഇയറിലെ ഫസ്റ്റ് ഡേ ആക്ച്വലി ഭയങ്കര മെമ്മറബിൾ ആയിട്ടുള്ള ഒരു ഡേ ആട്ടോ. അത് പിന്നെ എപ്പോഴെങ്കിലും ഐ ജസ്റ്റ് നാരേറ്റ് ഇറ്റ് ഔട്ട്. അങ്ങനെ കുറേ കഴിഞ്ഞു. ഇപ്പം ഞാൻ ഫൈനൽ ഇയർ ആയി, 9th sem ആയി. സർജറി പോസ്റ്റിംഗ് ഒരു ഇന്നിപ്പോൾ തേഴ്സ്ഡേ ആണ്, ഞാൻ ഫ്രൈഡേ സാറ്റർഡേ പിന്നെ ഒരു മൺഡേ ട്യൂസ്ഡേ 4 ദിവസം കൊണ്ട് എൻ്റെ സർജറി പോസ്റ്റിംഗ് ആയി. ദെയർ ആർ നോ മോർ സർജറി പോസ്റ്റിങ്സ് എന്ന് പറയുന്ന സമയത്ത് ഐ ഫീൽ സാഡ്, മേ ബി ഐ ഡോണ്ട് നോ സാഡ് ഓർ നോട്ട്. പക്ഷെ എന്തോ ഒരു സാധനം ഇങ്ങനെ ഒരു വിഷമം തോന്നുന്നുണ്ട്. അതും സർജറി പോസ്റ്റിങ്സ് വെർ ഓൾവേസ് സംതിങ് ബ്യൂട്ടിഫുൾ ഫോർ മീ. അറിയില്ല, ഞാൻ സെക്കൻഡ് ഇയറിൽ പഠിക്കുന്ന സമയത്തായിരുന്നു, MES4 ഭയങ്കര രസമായിരുന്നു പോസ്റ്റിംഗ്. ആ സമയത്ത് നമ്മളധികം പഠിക്കുന്നതിനെ കുറിച്ചുള്ള ചിന്ത അല്ലല്ലോ. ശരിക്കും കൃത്യമായിട്ട് പഠിച്ചത് ഞാനിപ്പോൾ S1 എത്തിയതിനു ശേഷം ഭയങ്കര തറവായിട്ട് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ തുടങ്ങിയത്. പക്ഷേ S4, S3, S5 ഓൾ ദീസ് യൂണിറ്റ്സ് വെർ നൈസ്. സർജറി ഈസ് ഓൾവേസ് കൂൾ, ചിൽ പീപ്പിൾ ഓൾ അറൗണ്ട്. എല്ലാവരും ഭയങ്കര ചില്ലാണ്. ടീച്ചേഴ്സ് ആയാലും പ്രൊഫസേഴ്സൊക്കെ ഭയങ്കര നൈസ്, ഭയങ്കര നല്ല സാർമാരാണ് എല്ലായിടത്തും. അപ്പോൾ ഇറ്റ് വാസ് ഓൾ നൈസ് ഓവർ ദെയർ. ആൻഡ് ഇപ്പോൾ സർജറി പോസ്റ്റിംഗ് ഇങ്ങനെ ഓരോ പോസ്റ്റിംഗ് ആയിട്ട് ലാസ്റ്റ് പോസ്റ്റിംഗ് കഴിയും. എനിക്ക് ലാസ്റ്റായിട്ട് 9th sem വരുന്നത് പീഡിയാട്രിക്സ് പോസ്റ്റിംഗ് ആണ്. സോ അങ്ങനെ എൻ്റെ MBBS UG ജേർണി അവസാനിക്കും. അയ്യോ, അന്ന് ഞാൻ ഫസ്റ്റ് ഡേ വിചാരിച്ചു എത്ര വലിയ ജേർണി, എത്ര കാലം പിടിക്കും ഞാനൊന്ന് വളർന്നു വരാൻ ഒരു MBBS കിട്ടാനായിട്ട്. പക്ഷേ വിത്തിൻ എ സ്മോൾ സ്പാൻ ഓഫ് ടൈം ഇതൊക്കെ കഴിഞ്ഞു. ഫൈനൽ ഇയർ സ്റ്റുഡൻറ്റ്. So this is it. So this is Punithartha signing off here. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഇതുപോലുള്ള കഥകൾ കേൾക്കാനും, ഇതുപോലുള്ള കഥകൾ മാത്രമല്ല, എനിക്ക് കഥ പറയാൻ ഇഷ്ടമായതുകൊണ്ടാണ് നമ്മളിവിടെ ഇങ്ങനെ ചാനൽ തുടങ്ങുന്നത്, പുണ്യാസ് ക്യാൻവസ് ഓഫ് സ്റ്റോറീസ്. സോ ഡു സബ്സ്ക്രൈബ് ഫോർ ദാറ്റ്. സോ താങ്ക് യു.